വാഹന അപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് നേരെ വീണ്ടും സൈബർ ആക്രമണം. രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീക്രിയേഷൻ വീഡിയോയ്ക്ക് താഴെയാണ് അധിക്ഷേപകരമായ കമന്റുകൾ നിറയുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമാണ് രേണു വീഡിയോ ചെയ്തത്. ചാന്തുപൊട്ട് സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിലെ റീക്രിയേഷൻ വീഡിയോ ആയിരുന്നു ഇത്. കടപ്പുറം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ വളരെ റൊമാന്റിക് ആയ രേണുവിനെയും ദാസേട്ടനെയുമാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് സൈബർ അമ്മാവന്മാരുടെ പ്രകോപനത്തിന് കാരണം. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്നാണ് ചിലരുടെ ചോദ്യം. നിരവധി പേർ രേണുവിനെതിരെ അധിക്ഷേപകരമായ കമന്റുകൾ പങ്കുവെക്കുന്നുമുണ്ട്. വീഡിയോ വളരെയധികം മോശമായി പോയെന്നും സുധിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നാണ് ഒരാളുടെ കമന്റ്. സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും? സുധിച്ചേട്ടന്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുകയാണ്. സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മറ്റൊരാൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു പെണ്ണിനെയും കിട്ടിയില്ലേ, കണ്ടേച്ചാലും മതിയെന്നാണ് മറ്റൊരു കമന്റ്. അങ്ങനെ പെണ്ണ് എന്താണെന്ന് കാണിച്ചു തന്നു എന്ന് വേറൊരാൾ കമന്റ് ഇട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയുന്നില്ല, പകരം മാന്യമായി സമൂഹത്തിൽ ജീവിച്ചുകൂടെ, നല്ല വീഡിയോകൾ എടുത്ത് എന്നാണ് മറ്റൊരാൾ ഉപദേശിക്കുന്നത്. വളരെ സന്തോഷം. ഒരു നല്ല മനുഷ്യന്റെ പേര് പറഞ്ഞ് കുറെ കോപ്രായം കാണിച്ചു ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കുറച്ചൊക്കെ ആലോചിക്കണം. സുധിച്ചേട്ടനുള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുവെങ്കിൽ നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാനെ. ഇതിപ്പോൾ എന്തിനോ വേണ്ടി വീർപ്പുമുട്ടി ഇത്ര കാലം ഇരുന്നതായി തോന്നി. പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അത് സുധിച്ചേട്ടന് മലയാളികളുടെ മനസ്സിലെ സ്ഥാനം മനസ്സിലാക്കി വരുന്ന ആളുകളാണ്. നല്ലതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കിത് വളരെ മോശമായി തോന്നി. കുറെ ആളുകൾ നിങ്ങളെ സഹായിച്ചു. ഇപ്പോൾ സ്വന്തമായി വീടുണ്ട്, മോൻ പഠിക്കുന്നു, അതിന്റെ ചിലവ് ഫ്ലവേഴ്സ് നോക്കുന്നു. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് നല്ലതാണ്. കരയാനും പാടില്ല, ഹാപ്പിയായി ജീവിക്കണം. പക്ഷെ നിങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട്. അത് സുധിച്ചേണ്ട വൈഫ് എന്നുള്ള പേരിൽ ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം രേണുവിനെ അഭിനന്ദിച്ചും ചേർത്ത് പിടിച്ചും നിരവധി പേർ കമന്റ് ചെയ്യുന്നുമുണ്ട്. നന്നായിട്ടുണ്ടെന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞ് വീട്ടിലിരിക്കണമെന്ന് പറയുന്നവരോട് പോകാൻ പറയുന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഭർത്താവ് മരിച്ചുവെന്ന് കരുതി വെള്ള സാരി ഉടുത്ത് എന്നും ഇരുന്ന് കരയണമെന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ രേണുവിനോട് പറയുന്നുണ്ട്. അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ വർഷമാണ് സുധി വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. തുടർന്ന് സുധിയെ പോലെ തന്നെ പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു സുധിയുടെ ഭാര്യ രേണുവും മക്കളും. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.